എല്ലാ പ്രേക്ഷകർക്കും മേഴ്സി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് കക്കാർച്ചി ഫ്രൈ ചെയ്യുന്നതാണ്. അതിനായി ഇവിടെ എന്തൊക്കെ ചേരുവകയാണ് എടുത്തിരിക്കുന്നതെന്നും അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതിനായി കക്കാർച്ചി 1 കിലോ, മീഡിയം സൈസ് 2 സവോള, 1 കൂട് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 10 ഉള്ളി, 1 മുറി തേങ്ങ. ഉണക്കത്തേങ്ങ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിവിടെ പച്ചത്തേങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ കഷ്ണം 4 കറുവപ്പട്ട, ഒരു 5 അല്ലി തക്കോലം, 5 ഗ്രാമ്പു, 2 ഏലയ്ക്ക. ഇത്രയുമാണ് നമുക്കിവിടെ ചേരുവകളായിട്ട് നമ്മളിവിടെ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് കക്കാർച്ചി നന്നായിട്ട് കഴുകി ഒരു 4 തവണയെങ്കിലും കഴുകണം. കാരണം അതിലെ അഴുക്കുകൾ കുറേയൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റിയ ശേഷം നമുക്ക് വെള്ളം വാലാനായിട്ട് വയ്ക്കണം. കക്കാർച്ചി ഫ്രൈ ചെയ്യുന്നതിനായി അലുമിനിയം പാത്രത്തിൽ കക്കാർച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കക്കാർച്ചി ഇട്ട ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വേഗം വയ്ക്കാം. ഇപ്പോൾ കക്കാർച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് അതിനകത്ത് എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കക്കാർച്ചി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത ശേഷം അതിലേക്ക് നമ്മളിവിടെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് പാത്രം ചുറ്റിച്ച ശേഷം അതിലേക്ക് ഒരു 1/2 ഇഞ്ച് നീളത്തിൽ മുറിച്ചതായ തേങ്ങ അതിട്ട് നമ്മൾ ഒത്തിരി മൂത്ത് പോകാതെ വറുത്തെടുക്കുക. ഒരു പാതി മൂപ്പ് ആകാവുള്ളത്. കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഇടേണ്ടതാണ്. ഞാൻ ഈ പാത്രം എടുത്ത ശേഷം അതിലേക്ക് വീണ്ടും ഞാൻ ഫ്രൈ ചെയ്യേണ്ടതിനായി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് പാത്രം ചുറ്റിച്ച ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നതായ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വീണ്ടും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതായ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചതായ ഉള്ളി, നീളത്തിൽ അരിഞ്ഞു വെച്ചതായ ഉള്ളി അതിട്ട് കൊടുത്ത് വഴറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്നുകൂടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചതായ സബോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഞാൻ കരിവേപ്പില, 1 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചതായ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചതായ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് വിതറി കൊടുക്കുക. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് വീണ്ടും നമ്മൾ പാതി വറുത്ത് വെച്ചതായ തേങ്ങ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും നമ്മളിത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്യേണ്ടതാണ്. അത് നന്നായിട്ട് കറുത്ത് വരത്തക്ക രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഫ്രൈ ചെയ്യുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോഴും നമ്മളിത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഫ്ലെയിം ഓഫാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ കക്കാർച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ ബീഫ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് കക്കാർച്ചി ഫ്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയാനായിട്ട് കുറച്ച് കൂടുതൽ കുരുമുളക് ചേർക്കണം, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കണം. താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.